സമഗ്രാധിപത്യ സ്വഭാവമുള്ള ഭരണകൂടങ്ങൾക്കെതിരെ സംസാരിക്കുക ഒരു ഈസി പ്രോസസ്സ് അല്ല. എന്ന് വെച്ചാൽ അതിന് എല്ലാ തരത്തിലുള്ള റിസ്ക് എലമെൻറ്റും ഉണ്ട്. നമ്മുടെ ഒരു ചരിത്രം അങ്ങനെയാണ്. നമ്മൾ ബ്രിട്ടീഷ് ഭരണകൂടത്തോട് എതിരിട്ടത് വളരെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിസ്കോഴ്സിനൊടുവിൽ നമുക്ക് കിട്ടിയ സ്വാതന്ത്ര്യമല്ലല്ലോ. ആയിരക്കണക്കിന് മനുഷ്യർ മരിച്ചു പോയവരുണ്ട്, ജീവച്ഛവമായവരുണ്ട്, ജയിലറകളിൽ ആയുസ് തീർന്നു പോയിട്ടുള്ള മനുഷ്യരുണ്ട്. അങ്ങനെ ആയിരക്കണക്കിന് മനുഷ്യർ ത്യാഗം സഹിച്ചതിൻ്റെ, ജീവിതം തീർത്ത് കളഞ്ഞതിൻ്റെ പ്രതിഫലമാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഫ്രീഡം എന്ന് പറയുന്ന സംഗതി. ലോകത്തെല്ലായിടത്തും സമഗ്രാധിപത്യത്തോട് എതിരിട്ട മനുഷ്യർക്ക് വലിയ വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഹിറ്റ്ലർ എത്ര ആയിരം മനുഷ്യരെ കൊന്നുകളഞ്ഞു. എന്തിനെന്ന് പോലും അറിയാതെ ഗ്യാസ് ചേമ്പറുകളിൽ ശ്വാസം മുട്ടി മരിച്ച എത്ര ആയിരം കുഞ്ഞുങ്ങൾ. ഹിറ്റ്ലറുടെ കോൺസെൻട്രേഷൻ ക്യാമ്പിൻ്റെ ചുവരിലെ ഒരു പ്രധാനപ്പെട്ട വാചകമുണ്ട്. ഒരു മനുഷ്യൻ എഴുതി വെച്ചിരിക്കുന്ന നഖം കൊണ്ട് കോറിയിട്ട്, ദൈവം എന്നൊരാളുണ്ടെങ്കിൽ അയാളോട് ഞാനിതിന് പകരം ചോദിക്കും എന്ന് ഭിത്തിയിൽ എഴുതി വെച്ചിരിക്കുകയാണ്. അത്ര മാരകമായ പീഡയാണ് ഹിറ്റ്ലർ ഭരിക്കുന്ന കാലത്ത് അവിടുത്തെ സാധാരണക്കാരായ ജൂതന്മാർ അനുഭവിച്ചത്. ഞങ്ങൾ എന്തിനീ വേദന തിന്നുന്നു, എന്തിനിങ്ങനെ നരകിക്കുന്നു എന്നറിയാത്തത് കൊണ്ട് ആ മനുഷ്യൻ്റെ പക ദൈവത്തോടായിട്ട് അയാൾ എഴുതി വെച്ചിരിക്കുകയാണ്. അതാണ്. അപ്പം ഭരണകൂടത്തിൻ്റെ സമഗ്രാധിപത്യത്തിനോട് എതിരിട്ട മനുഷ്യർക്ക് വലിയ വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നതുകൊണ്ട് മാനവരാശി ഈ പറയുന്ന ഏർപ്പാടുകളോട് തോറ്റുപോയതല്ല, ചരിത്രം ജയിച്ചത് തന്നെയാണ്. അപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഉത്തരവാദിത്തത്തെക്കുറിച്ചാണ് ഞാൻ വീണ്ടും സംസാരിക്കുന്നത്. സംസാരിക്കുക, സത്യം പറയുക, പൊളിറ്റിക്കലാവുക. സാധാരണക്കാരായ റിസോഴ്സസ് ഇല്ലാത്ത മനുഷ്യർ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ അവർ വലിയ തോതിൽ ആട്ടിത്തെളിക്കപ്പെടുന്നു, അവർ വലിയ തോതിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നു. സകല ജീവിത പ്രശ്നങ്ങൾക്ക് മുകളിലാണ് ഞങ്ങളുടെ അമ്പലവും ഞങ്ങളുടെ പള്ളിയും നിലയ്ക്ക് അവരെ എന്ത് ചെയ്തിരിക്കുകയാണ്, ഇഞ്ചക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവരെ തിരിച്ചെടുക്കാനുള്ള ഉത്തരവാദിത്വമാണ്. നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ, പ്രിവിലേജ്ഡ് ആയിട്ടുള്ള റിസോഴ്സസ് ഉള്ള ആളുകൾ. അവരുടെ പണി എന്താണ്? ഈ വിവരങ്ങൾ അറിയാൻ ശേഷിയില്ലാത്ത, ജീവിത പ്രശ്നങ്ങളെ മയക്കി കിടത്തിയിട്ട് ഈ പറയുന്ന വർഗീയതയുടെ ഏറ്റവും വലിയ ഹൈപ്പിൽ എത്തിച്ചിരിക്കുന്ന മനുഷ്യരെ തിരിച്ചെടുക്കുക, അവരെ പൊളിറ്റിക്കലാക്കുക, അവരെ ബോധവൽക്കരിക്കുക, അവരെ വിദ്യാഭ്യാസം കൊടുക്കുക, അവരെ നന്നാക്കിയെടുക്കുക. അങ്ങനെ ഈ രാജ്യത്തെ അതിൻ്റെ ബഹുസ്വരതാരൂപത്തിൽ വീണ്ടെടുക്കാനുള്ള ഉത്തരവാദിത്വം ആരുടേതാണ്? നിങ്ങളീ പറഞ്ഞ റിസോഴ്സസ് ഉള്ള മനുഷ്യരുടേതാണ്. അതാണ് മാധ്യമങ്ങൾ ചെയ്യേണ്ട പണിയെന്ന് നമ്മൾ വിചാരിക്കുന്ന ഒന്ന്. മാധ്യമങ്ങളുടെ പണി ഇപ്പോൾ മാരകമായ റേറ്റിങ്ങിന് വേണ്ടിയല്ല, പക്ഷെ നമ്മുടെ രാജ്യം ഒരു ക്രൈസിസിനെ, ഭീതിതമാം വിധമുള്ള ക്രൈസിസിനെ അഭിമുഖീകരിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒന്ന് അതിനെ വീണ്ടെടുക്കാനുള്ള പരിശ്രമത്തിൽ പങ്കാളിയാവുക എന്നതാണ്. ഏതെങ്കിലും നിലയ്ക്ക് നിങ്ങൾക്കൊരു ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ഇടാം, ഒരു സംഗതി ഷെയർ ചെയ്യാം, ഒരു ലൈക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഒരു പ്രഭാഷണം കേൾക്കാനിരിക്കാം. അതുപോലും ഞാൻ പറയുന്നത് പൊളിറ്റിക്കൽ പ്രോസസ്സിൻ്റെ ഭാഗമാണ് എന്നാണ്. എങ്ങനെയാണോ കഴിയുക അത് ചെയ്യുക. അപ്പോൾ നിങ്ങളെക്കൊണ്ട് ആരെയാണ് സ്വാധീനം? നിങ്ങളൊരു ചായക്കടയിൽ ചായ കുടിക്കാനിരിക്കുമ്പോൾ തൊട്ടടുത്തിരിക്കുന്ന മനുഷ്യൻ പൊളിറ്റിക്കലി അയാൾ മിസ്ലീഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അയാളെ ശരിയായ വഴി കൊണ്ടുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്, അയാളുടെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയെന്ന്. അങ്ങനത്തെ ഉത്തരവാദിത്വം മനുഷ്യർ ഏറ്റെടുക്കേണ്ട നിലയ്ക്ക് നമ്മൾ കുഴപ്പത്തിലാണ് നിൽക്കുന്നതെന്ന് തിരിച്ചറിയുക. അത് നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും നിങ്ങളുടെ സൊസൈറ്റിയിലേക്ക് പുറത്തിറങ്ങുമ്പോഴാണ്. ഇപ്പോൾ നിങ്ങളുടെ അധ്യാപകർക്ക് പറഞ്ഞ പോലെ നിങ്ങൾ കുറച്ചുകൂടെ ഈ ഒരു സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളാൻ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. ആ നിലയ്ക്ക് ആശാവഹമാണ് കാര്യം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കത് കുറച്ചുകൂടെ മനസ്സിലാവും. കുറച്ചുകൂടി നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ നേരിടുന്ന തിരസ്കാരങ്ങൾ എന്തൊക്കെയാണ്, അവഗണന എന്തൊക്കെയാണ്, നമ്മൾ നേരിടുന്ന വിവേചനം എന്തൊക്കെയാണ്. സോ അതുകൊണ്ട് പ്രിവിലേജിലല്ലാത്ത മനുഷ്യരെ വീണ്ടെടുക്കാൻ സത്യത്തിൻ്റെ, ധർമ്മത്തിൻ്റെ, ശരിയായ രാഷ്ട്രീയത്തിൻ്റെ വഴിയിലേക്ക്, ആ ധാരയിലേക്ക് കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കുമെന്ന പ്രതിജ്ഞയാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയും.